എന്ത് സായി? ടയർ പഞ്ചറായി തോന്നുന്നു മാഡം. അമ്മോ, ഇതെന്താ ഈ ടൈമിലിപ്പോ? ശരി, പെട്ടെന്നത് മാറ്റാൻ നോക്ക്. അത് സ്റ്റെപ്പനിയിലും എയറില്ല മാഡം. ശരി, ഇറങ്ങ്. ഇയാള് വായ് കൊണ്ട് ഊത്. സോറി മാഡം. പിന്നല്ലാതെ ഇനി എന്ത് ചെയ്യാനാ? അടുത്തെവിടെങ്കിലും ഒരു മെക്കാനിക്കിനെ കിട്ടുമോ നോക്കാം. എക്സ്ക്യൂസ് മീ, ഹലോ. ഇവിടെ അടുത്ത് പഞ്ചർ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോന്നറിയോ? കാറിൽ മദ്യം ഉണ്ടോ? മദ്യം? മദ്യം തന്നാലേ ഇയാള് പറയുള്ളോ? വൈനൊക്കെയാണോ? നാടൻ ചാരായം കിട്ടിയാലോ? ഓക്കെ. ഇതെന്റെ ഡാഡി മമ്മി അറിയാതെ കഴിക്കാനായിട്ട് സീക്രട്ടായി എടുത്തു വെച്ചതാ ഡിക്കിയില്. ഹാഫ് കഴിച്ചിട്ട് ബാക്കി തിരിച്ചതാ. ഹാഫ് ഒന്നും തികയില്ല മാഡം. അതൊന്നും നടക്കില്ല. മൊത്തം കാലിയാക്കിയാ ഞാൻ കുടിച്ചു തീർത്തതാണെന്ന് വിചാരിക്കും. വേഗം കുടിച്ചിട്ട് ബാക്കി തിരിച്ചതാ. അല്ലേലും മൊത്തം കുടിച്ച സ്വഭാവം ഇങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ ടൈമും വേസ്റ്റ് ആവും. എനിക്കിത് വേണ്ട. എന്റെ പേഴ്സണൽസ് പറയാം, ഒന്ന് കേൾക്കാവോ? ആരോടെ പറയേണ്ടത് എനിക്കറിയില്ല മാഡം. ഏർലി മോർണിംഗ് 3 o'clock മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലിയൊരു വെള്ളമടിക്കാരനായിരിക്കണം, ഇല്ലെങ്കിൽ ലവ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ ഇയാളെ കണ്ടിട്ട് താൻ അത്ര വലിയ വെള്ളമടിക്കാരനാണെന്നൊന്നും തോന്നില്ല. ആ പെണ്ണേതാ? ആ സീൻ കണ്ടിട്ട് നിനക്ക് എന്താണ് മനസ്സിലായത്? 80-ാം വയസ്സിൽ എന്തൊരു ഫിറ്റ്നസ് ആടാ ഇത്. ഈ ബീറടിയൊക്കെ നമ്മൾ നിർത്തണോടാ. എന്തായാലും നാളെ തന്നെ ഞാൻ ജിമ്മിൽ ചേരാൻ പോവാ. ഈ പൊട്ടൻ രാമകൃഷ്ണൻ, നിനക്കോ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായുടെ സന്തോഷം. റിട്ടയർ ആയി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഫാം ഹൗസും കിട്ടി ഇങ്ങനെ ജീവിക്കണം. എല്ലാം വേസ്റ്റ്. പിന്നെ എന്താണ് അതിനകത്തുള്ളത്? കുറെ കാശ് ഒന്നും ചെലവാക്കി ഇതേ സെറ്റപ്പ്, ഇതേ സിനിമ, ഇതേ സീനും കാണിച്ചിട്ട് എന്ത് മനസ്സിലായി ചോദിച്ചു മനുഷ്യൻ ഇങ്ങനെ വട്ടാക്കുന്നത്. നീ ആ സീനിൽ കമലഹാസൻ സുകന്യോട് തുണിയിലെടുക്കാൻ പറയുന്നൊന്നും കേട്ടില്ലല്ലോ. അവരാ നാട്ടിൽ നിന്ന് പോവാണെന്ന് പറയുന്നത് നീ കേട്ടില്ലല്ലോ. അതാടാ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ശരിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഭർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും മനസ്സിലാക്കുന്നവളായിരിക്കണം ഭാര്യ. അളിയാ, കണ്ണുകളിലേക്ക് നോക്കി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയുന്നതിലൊന്നും അല്ല കാര്യമുള്ളത്. രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ നമ്മുടെ സംസാരത്തിന്റെ സ്റ്റൈല് നോക്കി നമ്മൾ എന്താ അടിച്ചത്, എത്ര എണ്ണം അടിച്ചു എന്നൊക്കെ മനസ്സിലാക്കി കാലിലെ ചെരുപ്പ് അടിച്ചു തരുന്നോളാം എന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ ഭാര്യ. മനുഷ്യ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ ബാഹ്യരൂപത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല. യഥാർത്ഥത്തിൽ അവന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആന്തരികമായ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൽ പ്രകാശിക്കുന്ന വാക്കുകളും സഹജീവികളോടുള്ള പെരുമാറ്റവും സംസ്കാരവുമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയപ്പെടുന്നത്.
ഇത് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞെങ്കിലും മനസ്സമാനം കിടത്തുന്നു. എന്തിനാണ് ഇന്ന് രാവിലെ ഇങ്ങനെ വെച്ച് മനുഷ്യ ഉപദ്രവിക്കുന്നത്? അതവിടെ വെക്കാം, ഞാൻ പറയാം. ഞാൻ വെക്കാം, പക്ഷെ എന്നും രാവിലെ ഇങ്ങനെ ഇത് വെച്ച് ഉപദ്രവിക്കില്ലെന്ന് നീ പ്രോമിസ് ചെയ്യ ഫസ്റ്റ്. ശരിക്കും അതിൽ പറയുന്ന കാര്യങ്ങളുടെ ഡെപ്ത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിൽ ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും എത്ര കാര്യമായിട്ടാണ് പറയുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾപ്പിച്ചാണ് നിർത്തിയത്. എന്തെങ്കിലും ഒരിക്കൽ ഡയറക്റ്റ് ആയിട്ട് നിന്നെ അത് കേൾപ്പിച്ചാൽ നീ അതോടെ മാറും. സ്നേഹം എന്ന ഭാവത്തിന് മാത്രമേ സാധിക്കൂ. കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാന ഭാവവും മറ്റൊന്നല്ല. പരസ്പര സ്നേഹവും സഹവർത്തിത്വവും പരിപാലിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം. Good morning, sir. Hi, good morning. Good morning, sir. Good morning, class. Sit down, sit down. എന്താ? സർ മോർണിംഗ്. Sit down. ഗ്ലാമർ കൂടി വരാം. So now coming back to the topic, we discussed about the difference between nuclear fission and nuclear fusion. Nuclear fission is where small atoms. Nuclear fission is where smaller atoms are. Is fusing two or more smaller atoms into. I hope you have understood the class. Please take down your notes. Do not forget. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ. നാളെ നമുക്ക് പുതിയ ടോപ്പിക് എടുക്കാം. എന്താ സർ എന്നെ മാരേജ് ചെയ്യാത്ത എന്താ? വേണ്ടാത്ത ഡൗട്ട്സ് ഒന്നും ചോദിക്കണ്ട കേട്ടോ. സബ്ജക്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാരേജ് വലിയൊരു സബ്ജക്റ്റ് ആണല്ലോ സർ. സാറിന് അത് അറിയില്ലെന്ന് തോന്നുന്നു. മാത്സും ഫിസിക്സ് ഒക്കെ എന്ത് ക്യാഷ് കൊടുത്ത് ആർക്ക് വേണേലും പഠിക്കാലോ. സീരിയസ്ലി ഒന്ന് പറഞ്ഞേ, സാർ എപ്പോഴാ മാരേജ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് നീ ലാസ്റ്റ് ചെയ്യുന്ന ബാക്ക്ലോഗ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ നോക്ക്. അമ്മയും അച്ഛനെ തൽക്കാലം ഹാപ്പി ആക്ക്. അത് കഴിഞ്ഞിട്ട് മാരേജിനെ കുറിച്ചൊക്കെ ആലോചിക്കാം നമുക്ക്. ഇതിനൊന്നും ഒരു മാനേഴ്സും ഇല്ല. അവനാണ് എന്തിനാ തല്ലുന്ന കാര്യം പറഞ്ഞിട്ടല്ലോ ബോസ്? എന്തിനാണെന്നോ? എന്റെ പെങ്ങളുടെ പ്രപ്പോസൽ നീ അക്സെപ്റ്റ് ചെയ്തെന്നടാ. എനിക്കിഷ്ടമില്ലാത്തോണ്ട്. എന്താടാ ഇവന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാത്തത്? എന്താടാ എന്താടാ പറയടാ, എന്താടാ ഇവന്റെ പെങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാത്തത്? ചുമ്മാ തല്ലിയാലോ പേടിപ്പിച്ചാലൊന്നും ഞാനത് പറയാൻ പോകുന്നില്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് ആ പെൺകുട്ടിയെ പോലെ ഉണ്ടാവണം. എന്താടാ നിന്റെ ഈ മോന്തയ്ക്ക് ഇത്രയും നല്ലൊരു പെണ്ണിനെ വേണോടാ? ഇവളോട് ചോദിക്കും. കുട്ടി നിനക്ക് ഇവനെ ഇഷ്ടപ്പെടുവോ? പറ കുട്ടി പറ, ഇവനെ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടുവെന്ന് പറഞ്ഞ ഇവനെ വെറുതെ വിടാം, ഇല്ലെങ്കിൽ ഇവനെ സ്പോട്ടിൽ തട്ടും. പറ കുട്ടി, പറ കുട്ടി പറ. ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. മാഡം ഞാൻ പറഞ്ഞത് സത്യോ? എന്താടാ ഇത്? ഒന്ന് നിക്കണ്ട. അത് ഇപ്പോഴാ കഴിഞ്ഞത്. ഭർത്താവാ പറഞ്ഞത്. മെറ്റൽ അലർജി ഉള്ളോണ്ട് ഇപ്പോ നെഞ്ചിയൊന്നും ഇടണ്ടാന്ന്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. 6 മാസം ഞാൻ പുറകെ നടന്നതല്ലേ. അപരിചിതരായ ആണുങ്ങളോട് സംസാരിക്കുന്നത് സംസ്കാരത്തിന് ചേർന്നതല്ലല്ലോ. എന്റെ ദൈവമേ, ഇത്ര സംസ്കാരമുള്ള ഒരു പെണ്ണായിരുന്നല്ലോ. മാഡം പ്ലീസ്, ഇങ്ങനെയുള്ള നല്ല ക്വാളിറ്റീസ് ഒന്നും എന്നോട് പറയാതിരിക്കെ. അതൊക്കെ ആലോചിച്ച പിന്നെ എനിക്ക് ഭ്രാന്ത് വരും. ഈ 6 മാസം ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെ ആലോചിച്ചു പോയാന്. സോറി മാഡം. ക്ഷമിക്കണം മാഡം. അതെ, ഒന്നിങ്ങോട്ട് വരുമോ? പതിവായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത് കണ്ടപ്പോഴാ എനിക്കൊന്ന് മനസ്സിലായത്. എങ്ങനെയുള്ള പെണ്ണിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, ഡെഫിനറ്റ് ആയിട്ടും അവളെ കിട്ടുമെന്ന്.
ഓൾ ദി ബെസ്റ്റ്. അയ്യോ വേണ്ട, മറ്റൊരു പുരുഷന്റെ ഭാര്യയല്ലേ, തൊട്ടുകൂടാ. അയ്യോ, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. യു ക്യാൻ ഷേക്ക് ഹാൻഡ്സ്. കാണാം മേഡം. അതുപോലെ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി എന്റെ വീട്ടിലേക്ക് ലഞ്ചിന് വരണം. പയ്യപ്പൊരു പുലരി പെണ്ണാളെ, കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ മോഹമായി ഞാനും നീയും ചേരും കാലം വന്നല്ലോ. ഇന്നാണല്ലോ കല്യാണത്തിൻ നേരമായി. ജീവിതം ഇതാ നൽകിടാം, വരൂ ദേവതേ, ആനന്ദമൊഴുകുമി വനികയിലാദ്യമായിതാ ഇന്നു ഞാൻ ഈ നെഞ്ചിലെ മധുരമെല്ലാം എല്ലാം മെല്ലെ നൽകാം. പയ്യപ്പൊരു പുലരി പെണ്ണാളെ, കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ മോഹമായി. സാർ, ഹലോ. എന്താ ഇന്ന് എണീറ്റപ്പോഴും നല്ല സന്തോഷത്തിലാണല്ലോ. ഷീസ് ബ്യൂട്ടിഫുൾ ഡാ. ഡീറ്റെയിൽസ് അധികം കിട്ടിയില്ലെങ്കിൽ തന്നെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി, ദേ ആർ ഓൾ സോ ഹാപ്പി. സ്വപ്നമല്ലേ? സ്വപ്നത്തിലല്ലേ? വൃത്തികെട്ടവൻ. കുറെ സ്വപ്നങ്ങൾ സത്യമാവാറുണ്ട്, കുറെ സത്യങ്ങൾ സ്വപ്നവും ആവാറുണ്ട്. സ്വപ്നവും സത്യവും ഒരുമിച്ചാ വന്നിരിക്കുന്നത്. ബ്ലഡി ഫൂൾ. അത് പോട്ടെ. ആസ് ഇറ്റ് ഈസ് ഇന്നും വൈകിട്ട് ആ സിനിമ തന്നെയല്ല. വിജയ്, എന്താ തിരുമേനി അമ്പലം ഇത്രയ്ക്കങ്ങ് അലങ്കരിച്ചിരിക്കുന്നത്? ഇന്നിവിടെ ഗുരുവിന്റെ പ്രഭാഷണം പറ്റുണ്ടോ? ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, നമ്മളായിട്ട് അലങ്കരിച്ചതല്ല. അത് ദോ അവളാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോണ്ട് അവൾക്ക് നല്ലൊരു ജോലി കിട്ടി, അതുകൊണ്ടാ. എടാ, ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് ആ പെണ്ണ് അനുഗ്രഹിച്ച പോലെ അവളെക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചതാ. എന്തൊരു തീറ്റിയാ നോക്കടാ. എടാ, പെൺകുട്ടികൾ എപ്പോഴും ഇങ്ങനെയാ കഴിക്കേണ്ടത്. അപ്പോഴേ അവര് സ്ട്രോങ് ആവുള്ളൂ. അവര് സ്ട്രോങ് ആയാലേ വീട് സ്ട്രോങ് ആവുള്ളൂ. ഓട്ടോമാറ്റിക്കലി സൊസൈറ്റി അങ്ങനെ സ്ട്രോങ് ആവുന്നത്. ആദ്യം പോയി അവളെ കല്യാണം കഴിച്ചോണെന്നൊക്കെ അന്വേഷിക്കും. അല്ലെങ്കിൽ പഴയ പോലെ 5-6 മാസം പിന്നെ പോയി കിട്ടും. അതെ, പിന്നെ അല്ല, പുറത്ത് നിങ്ങളുടെ പിള്ളേരും ഭർത്താവാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈരാവൊരു കനവോ ഇവളാതിര നിലവോ ഈ നിമിഷം ഒരു നാളും മായരുതേ. ഈരിഴകൾ ചേരും ഒരു നൂലായി നമ്മൾ ഇനിയെന്നും ഒന്നായി ചേരുന്നേ. നെഞ്ചിൽ തുടിക്കുന്ന താളം പോലെ എന്നിൽ കൊഞ്ചിക്കുറുകുവാനാരോ മെല്ലെ വന്നേ. തങ്കത്തിടമ്പെന്ന പോലെ മിന്നിടുന്നേ. ഇമ്പമോടെ
മെനഞ്ഞൊരു കൂട്ടിൽ നീ വന്നേ മോഹം കൊണ്ടു നിറഞ്ഞൊരു നെഞ്ചിലലിഞ്ഞേ നീ Excuse me. Sorry. ഇറങ്ങിമകണമായി പതിയെ വീണലിയാൻ ഈ മാറിൽ ചേർന്നിടാൻ നീ വന്നേ ഈണങ്ങൾ മുഴുവൻ വീണയിൽ നിന്നൊഴുകി വിരലാൽ അഴകെ ഞാൻ തഴുകുന്നേ മേലെ വാനിൽ വന്നതാരോ മാറിവില്ലോ ഏഴു തിരിയിട്ട സ്നേഹനീലത്തെല്ലോ 100 മണി മുത്തുക്കിലുങ്ങുന്നുവല്ലോ ഏതു നേരവും ഞാൻ നിന്റെ മാത്രമല്ലോ ഇളം കാറ്റായി ഇടം നെഞ്ചിൽ കടന്നെത്തി നീ വന്നു ചേർന്നേ സ്വർണ്ണത്തുമ്പി വർണ്ണത്തുമ്പി പോരു നാണത്തുമ്പി നീ വരുവാനായി നോക്കിയിരുന്നേ മണിമാരൻ സ്വർണ്ണത്തുമ്പി വർണ്ണത്തുമ്പി പോരു സ്നേഹത്തുമ്പി താമരയിതളിൻ താലി കൊരുത്തേ മണിമാരൻ കയ്യപ്പോരു പുലരി പെണ്ണാളെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ മോഹമായി ഞാനും നീയും ചേരും കാലം വന്നല്ലോ ഇന്നാണല്ലോ കല്യാണത്തിൻ നേരമായി മാഷെ ഹലോ. ആ പെൺകുട്ടി അമ്പലത്തിൽ കണ്ടു. അത് കഴിഞ്ഞ് എന്തായിരുന്നു ആ മാരേജ്? എങ്ങനെ? ആ റൊമാൻസ് എങ്ങനെ? ചേച്ചേ, ഞങ്ങളിതൊരു മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മാരേജ് ചെയ്ത് എങ്ങനെയുണ്ടായിരിക്കും ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ. പെൺകുട്ടികൾ മാരേജ് കഴിഞ്ഞ് അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് അറിയോ നിനക്ക്? ഏയ് അല്ലല്ല, അവളെന്റെ ലൈഫിലേക്ക് വന്ന അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. ഞാനല്ല അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നല്ല പക്കയായിട്ട്. കംപ്ലീറ്റ് ആണുങ്ങൾക്കും ഇങ്ങനെ നിന്നെ പോലെ ഫാന്റസി ഉണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ എങ്ങനെയും ചാടിപ്പോയി തന്നെ മാരേജ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗീതയെ കാണുന്നത് പിന്നീട് എപ്പോഴാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്റെ പെങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം ഫിക്സ് ആയത്. എനിക്കപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇനി അങ്ങോട്ടുള്ള എന്റെ ദിവസങ്ങളെല്ലാം നല്ലതായിരിക്കുമെന്ന്. ഞാൻ പെങ്ങളുടെ എൻഗേജ്മെന്റിന് വേണ്ടി നാട്ടിലേക്ക് പോയത്. ഇവിടെ തന്നെ ആയിരിക്കണേ. പ്ലീസ് സഹായിക്കണേ പ്ലീസ്. എക്സ്ക്യൂസ് മീ. സി തദികിണ തകജണു തദികിണ തകജണു തരികിണ തദരിണ തദിദിന ആനന്ദം ഇനി മുതൽ ഇവരുടെ പുലരികളിരവുകൾ അതിൽ നറുമലരുകൾ തളിരിടും ആനന്ദം. എന്താടാ കരടി, ജോക്കർ കിട്ടിയോ? നീ ഉണ്ടല്ലോ ഇവിടെ, പിന്നെ വേറെ ജോക്കർ എന്തിനാ? ഹലോ, എന്താടാ? രാമകൃഷ്ണ, ആ പെണ്ണിന്റെ ബസ്സിൽ കയറിടാ. ഏത് പെണ്ണാടാ? അവള് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ? അവള് നിന്റെ ബസ്സിൽ കയറി എങ്ങനെയാടാ? അറിയില്ലടാ, എന്റെ തൊട്ടടുത്തുണ്ട്. എന്റെ കൈയും കാലും പറക്കിയാളിയാ. അത് പാടില്ല. കാലും കൈയും മാത്രം തീരെ അനങ്ങാതെ നോക്കണം. ഫസ്റ്റ് നീ ആ പെണ്ണിന് മുമ്പിൽ നല്ല ഡീസന്റ് ആയിട്ട് പെരുമാറി അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്ക്. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ടി വന്നാൽ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞോ, അതിൽ കുഴപ്പമൊന്നുമില്ല. കള്ളം പറയാനൊന്നും എനിക്ക് അറിയില്ലടാ. പറഞ്ഞാലും വലിയ സത്യവാനാണല്ലോ. എന്നൊരു കാര്യം ചെയ്യപ്പോ, ബസ് ഒരു സൈഡ് നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങി നീ വീട്ടിലോട്ട് വാ. 1-2 മാസം കൊണ്ട് കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോയ പെണ്ണോട് കള്ളം പറയാലോ. അതുവരെ അവള് ഇതിലിരിക്കോടാ. തലയ്ക്ക് വെളിവില്ലാതായിപ്പോ എന്താ ചെയ്യുന്നേ? നീ ആദ്യം ഫോൺ വെച്ചേ, ഞാൻ ഒരെണ്ണം അടിക്കട്ടെ. ഹായ്. ഹായ്. വിജയ് ഗോവിന്ദ്. സോറി, വിജയ് ഗോവിന്ദ്. ഞാൻ മുമ്പൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കുട്ടിയെ, അന്ന് അമ്പലത്തില്.
എന്താ പേര്? കുട്ടിയുടെ പേര്? കമലമ്മ. കമലമ്മ. ഒരു ട്രഡീഷണൽ നയം. മുത്തശ്ശിയുടെ പേരിട്ടതാവൂല്ലേ? ഇപ്പൊ ഇയാൾ എങ്ങോട്ടാ പോകുന്നത്? കാശ്മീർ. കാശ്മീരോ? ഈ ബസ് കാക്കനാട് വരെയല്ലേ ഉള്ളൂ മാഡം? അല്ലേ? പിന്നെ എന്തിനാ ഈ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ്? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എടാ അവൻ വിളിക്കുന്നു, എന്റെ കൈ ഫ്രീ അല്ല, നീ സ്പീക്കർ ഓൺ ചെയ്. പറയടാ. അവള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നടാ. കാര്യമായിട്ടൊരു റെസ്പോൺസും ഇല്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ലല്ലേ? എല്ലാം നോട്ടീസ് ചെയ്യടാ. ഒരു 5-10 മിനിറ്റ് നീ ഇവിടെ ഒബ്സർവ് ചെയ്യേ. എന്തെങ്കിലും കിട്ടായിരിക്കില്ല. കിട്ടിയാതെ പിടിച്ചങ്ങ് കേറിക്കോ. ഒന്നും നോക്കണ്ട, പിന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിക്കോളും. നീ സമാധാനായിട്ടിരിക്കടാ. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കേ. യു ക്യാൻ ഡു ഇറ്റ് ഡാർലിംഗ്. ഓൾ ദി ബെസ്റ്റ്. ഹായ് ക്യൂട്ടി. പഞ്ചാര കിട്ടി. എന്താ എന്ത് പറ്റിയടാ? ഇല്ല ഒന്നുമില്ല. കേട്ടോ. എന്താ കാട്ടിയത്? പെട്ടെന്നാണല്ലോ മോള് കരഞ്ഞ്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞുള്ളൂ. അത്രല്ലേ ഉള്ളൂ അല്ലേ? ചേച്ചി മോളും തന്നെ ഞാൻ എടുക്കാം. എന്താണ് മുത്തേ? തക്കിടു എന്താടാ? ഇപ്പൊ വിഷമം മാറിയാ? അമ്മയുടെ അടുത്ത് പോയ അങ്ങനെ. മോക്കങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ചേരം കയ്യിലിരുന്നോട്ടെ. ശരി. നിനക്ക് മാനസില്ലേ? ഞാൻ കുറച്ച് ബിസിയാണെന്ന് അറിയില്ലേ? എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും. ഒരു ഹായ് പറഞ്ഞതാണോ തെറ്റ്? എന്റെ വിലപ്പെട്ട ടൈമാണ് നീ വേസ്റ്റ് ആക്കുന്നത്. കാണിച്ചു തിന്നി ഞാൻ. ആളെത്തിരിയേ ഉള്ളൂ. കാര്യം കണ്ടില്ലേ? ചീവീടിനെ പോലെ. ചേച്ചി പാല് കുടിക്കാനാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് എങ്ങനെ കരയുന്നത്? ഒന്ന് ഫീഡ് ചെയ്ത് നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുറച്ചേരം പാല് കൊടുക്കാമോ? എന്താ ചേച്ചി പറയുന്നത്? ഞാനെങ്ങനെ പാല് കൊടുക്കാനാ? അയ്യോ അങ്ങനെയല്ല, ബോട്ടിൽ തരാം. ഓക്കെ, ഞാൻ വെറുതെ. എന്താണെന്ന് അറിയില്ല, എന്നെ കണ്ടാലുടനെ കുട്ടികൾ പെട്ടെന്ന് എന്നോടങ്ങ് എടുക്കും. യുനോ വൺ തിങ് മാഡം, പിള്ളേരെയും പ്രായമുള്ളവരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. നിങ്ങൾ കുട്ടികളെ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എത്രയും മക്കള്? മാഡം എന്തായി പറയുന്നത്? ഐ ആം ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ ഇൻ മൈ ഏരിയ. ഓ, ഹലോ ചേച്ചി, കുഞ്ഞുറങ്ങി. ഇനി അങ്ങ് എടുത്തോ. ആ, വെറുതെ ആവശ്യമില്ലാതെ ഡൗട്ട് ഉണ്ടാക്കാൻ. അതെ. മാഡം, നിങ്ങൾക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. മടിക്കണ്ട, പറഞ്ഞോളൂ. എനിക്കൊന്ന് വാഷ്റൂമില്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒന്ന് കൂടെ വരാമോ? എന്നുവെച്ചാ വാഷ്റൂമിന്റെ ഡോറ് ശരിയല്ല. പിന്നെ കുറെ പേര് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. കുറച്ച് അൺഈസി ആയതുകൊണ്ട് പ്ലീസ് ഡോണ്ട് മൈൻഡ്. അതൊന്നും കുഴപ്പമില്ല, വന്നോളൂ. വരൂ. ചെല്ലു മാഡം, ചെല്ലു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ലവറ അല്ല, ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും ട്രൈ ചെയ്യ് ബോയ്. നല്ല മാച്ചിങ് ആണല്ലോ. താങ്ക്സ് ബൈ. ബൈ ഇഫ് യു ഡോണ്ട് മൈൻഡ്. അവിടെ നിന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താടാ വാഷ്റൂമിൽ പോകാൻ കൂട്ടു വിളിച്ചെന്നോ? ഒരു പെഗൊഴിടാ. അതേടാ, ഞാനൊരുമാതിരി വല്ലാതായി പോയടാ. എടാ മച്ചാനെ, ഐ തിങ്ക് ഷീ ലവ്സ് യു. ഷീ ഈസ് ട്രസ്റ്റിംഗ് യു എ ലോട്ട്. മാഡ്ലി ഷീ ഫെൽ അളിയാ. ഒന്ന് പോടാ, ഈ ചെറിയ കാര്യത്തിന് ലവോ? ഇവനോട് ഇതെങ്ങനെയാ പറയുന്നത്? ശരിടാ, അവള് വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്ന് നിന്നോട് താങ്ക്സ് പറഞ്ഞ അവൾക്കൊരു ഫോമലായ ഫീലേ ഉള്ളൂ. എന്നാലോ ചെറിയൊരു സ്മൈലോടെ പോവാണെങ്കിലോ
അവള് നിന്റെ സ്വന്തമായതുപോലെ. ഷീസ് ബാഡ് ഇൻ ലവ് വിത്ത് യു. ഫോൺ വെക്കാം, ഞാൻ പിന്നെ വിളിക്കാം. അവിടെ ഇറങ്ങി. തുഴഞ്ഞിതാ പോകുവാൻ സമയമാ തളിരിടാ നേരമാ. ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറു ചിരിയുമായി ഒരു നറു ശരമെന്നതോ ഇതുവഴി മൂളി വന്നേ പ്രണയമഴവില്ലേ. നിലാതോണി കിനാതോണി തുഴഞ്ഞിതാ പോകുവാ സമയമാ തളിരിടാ നേരമാ. മോനെ, എന്താ പുറകിലത്തെ കുഴുക്കം കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മോനെ. മോൻ അവിടെ പോയിരുന്നിട്ട് ഈ സീറ്റ് എനിക്ക് തരാവോ? ഒന്ന് പോയെ. ഇത്രയും നേരം ഒരു കൊച്ചു കാന്താരി എന്റെ സമയം കളഞ്ഞത് ഇപ്പൊ നിങ്ങളോ? പോയെ. അതെന്താ മോനെ, ഞാൻ പ്രായമായതല്ലേ. എന്തിനാ പ്രായമായത്? എന്തിനാ പ്രായമാവും പോയെന്ന് എന്റെ കുഴപ്പം കൊണ്ടാണോ? കുറെ കാലം മുമ്പ് ജനിച്ച നിങ്ങളുടെ ബാക്ക്ലക്ക് പോ അവിടുന്ന്. സ്വന്തം സീറ്റിൽ പോയിരുന്നാ മതി. എന്താ എന്തു പറ്റി? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും. അല്ല മോളെ, ഞാൻ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല. അതായത് അമ്മൂമ്മയുടെ സീറ്റ് ബാക്കിലായതുകൊണ്ട് വല്ലാതെ കുലുങ്ങുന്നുണ്ടെന്ന്. ഇവിടെ ഇരുന്നോളം ഞാൻ പറഞ്ഞപ്പോ അത് വേണ്ടെന്നാ പറയുന്നത്. അമ്മൂമ്മ ഈ സീറ്റിൽ ഇരുന്നോ, നല്ല സുഖമാ. ഇവിടെ ഇരുന്നോ, ഇരുന്നോ, സുഖിച്ചോ. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ ഫസ്റ്റ് ഞാൻ ഈ തള്ളെ കൊല്ലും. എന്തു പറ്റി മേഡം? അവര് വല്ലാതെ കോർക്കം വലിക്കുന്നുണ്ട്. ശരിക്കും ഡിസ്റ്റർബിംഗ്. ഐ വാണ്ട് ടു സിറ്റ് ഹിയർ. അയ്യോ അതിനെന്താ, വാ ഇവിടെ. If you don't mind, can I rest my head, please? അയ്യോ അതിന് പ്ലീസ് എന്തിനാ മാഡം? കിടന്നോളൂ മാഡം, കിടന്നു. എന്താടാ നീ ഇതുവരെ പെണ്ണോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? അത് ഇതിൽ കൂടുതൽ ഏത് പെണ്ണാടാ ഓപ്പൺ ആവുന്നേ? അവളെ നിന്റെ ബസ്സിൽ ഒത്തുകിട്ടുന്നു, ഒരുമിച്ച് അകത്തിരിക്കുന്നു, അവൾക്ക് വാഷ്റൂമിൽ പോവാൻ കൂട്ടു വിളിക്കുന്നു. ഇപ്പൊ നീ ബാക്ക് സീറ്റിലേക്ക് പോയപ്പോ അവളും അവിടേക്ക് വന്ന് തൊട്ടടുത്ത് കിടക്കുന്നു. ഇനി എന്താണോ നിനക്ക് വേണ്ടത്? അധികം പരിചയമൊന്നുമില്ലാത്തൊരു പെണ്ണിനോട് എങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയുന്നത്? പറയാൻ പറ്റില്ലേ? എന്നൊരു കാര്യം ചെയ്, ലിപ്പിലൊരു കിസ് കൂടെ. എടാ നെഞ്ചടാ നിനക്ക്. എന്താടാ നീ അവളെ ലവ് ചെയ്യുന്നു എങ്ങനെ പിന്നെ അവൾ അറിയൂടാ? ഒന്നില് വാക്കുകൊണ്ട് പറയണോ, ഇല്ലെങ്കിൽ ഫിസിക്കലി അറിയിക്കണം. വേറെ കുഴപ്പമില്ല, കിസടി. ചെറ്റത്തരം പറഞ്ഞ ഞാൻ നിന്നെ പൊഞ്ഞിക്കിടും. അവള് നിന്റെ അടുത്തേക്ക് വന്നത് ആ പർപ്പസ് തന്നെയാടാ. ഷീസ് വെയിറ്റിംഗ് മച്ചാ. ഈ ചാൻസ് മിസ് ചെയ്താ പിന്നെ ആ പെണ്ണ് നിനക്ക് ഇതുപോലെ കിട്ടത്തില്ല. ഒന്നും പറയണ്ട, 10 മിനിറ്റ് ഞാൻ വിളിക്കുമ്പോൾ ഒരു കുട്ടി ബസ് തരണം.
ഞാനെങ്ങനെ എങ്ങനെ പെരുമാറിയത്? ഇത് ശരിയല്ല. എങ്ങനെയെങ്കിലും ഇവളുടെ നമ്പർ കിട്ടുവാണെങ്കിൽ പ്രോപ്പർ വേയിലൂടെ അപ്രോച്ച് ചെയ്യാം. അതാ കറക്റ്റ്. എപ്പോഴും ഇങ്ങനെ അടുത്ത് കിട്ടണമെന്നില്ലല്ലോ. ഒരു സെൽഫി എടുത്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. Sorry. Madam, don't try, madam. Please, madam. Madam, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല മാഡം. ഞാനൊരു സെൽഫിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോ അറിയാതെ. മാഡം പ്ലീസ്, മാഡം ക്ഷമിക്കണം മാഡം. മാഡം പ്ലീസ്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ നീ? ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? You bloody idiot. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം നിനക്ക്. മാഡം ഞാൻ അറിയാതെ ചെയ്തു പോയാ മാഡം. ആരാടാ? പെങ്ങളെ വിളിക്കുന്നു. ആ ഗീത. ഏട്ടാ. ഗീത എന്ത് പറ്റി? അറിയോ? ഓക്കെ. I'm not okay, ഏട്ടാ. എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ബസ്സിൽ വെച്ചൊരുത്തൻ എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു. എന്താ ചെയ്തേ? എന്താ അവൻ ചെയ്തേ? എന്നെ കിസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു ഏട്ടാ. ഹലോ ഏട്ടാ. ഏട്ടാ ഗീതയ്ക്ക് ഫോൺ ചെയ്യേ. ഗീതയ്ക്ക് ഫോൺ ചെയ്യേ. വേഗം വേഗം. മാഡം ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല മാഡം. അറിയാതെ പറ്റിപ്പോയതാ മാഡം. എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല മാഡം. മാഡം പ്ലീസ് മാഡം. സംഭവിച്ചു പോയതാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മാഡം. പ്ലീസ് മാഡം. മാഡം സോറി മാഡം. ഹലോ. എവിടെയുണ്ട് അവൻ? എവിടെയുണ്ടെന്ന് പറ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. വേണ്ട ഏട്ടാ. ഇവന് വേണ്ടി ഏട്ടൻ എന്തിനാ വരുന്നത്? ഞാൻ കൊണ്ടുവന്നോളൂ ഇവനെ. രാവിലെ ആലഞ്ചുവട് ജംഗ്ഷനിൽ ഇവന്റെ ഡെഡ് ബോഡി കാണണം എനിക്ക്. വാ കൊണ്ടുപോവാ അവനെ. കാലും കൈയും കെട്ടി കുഴിച്ചു മൂടി ഞാൻ അച്ഛനെ. മാഡം പ്ലീസ് മാഡം. ഞാൻ അറിയാതെ ചെയ്തു പോയ മാഡം. മാഡം എന്റെ അച്ഛനെങ്ങാനിത് അറിഞ്ഞത് സഹിക്കാൻ പറ്റില്ല മാഡം. ചങ്കുപൊട്ടി മരിക്കും മാഡം. മാഡം എപ്പോഴാണ് ബസ് അവിടെ എത്തുന്നത്? രാവിലെ 6 മണിക്ക്. അവിടെ ഇട്ട് തീർക്കണം അവനെ. ഡേയ് നമ്മുടെ പിള്ളേരോടൊക്കെ ആലഞ്ചോട് ജംഗ്ഷനിലേക്ക് വന്നോളാൻ പറ. വാടാ. ഞാൻ ആരോടും അങ്ങനെ തെറ്റ് ചെയ്യാറില്ല മാഡം. അതെ അതെ മനസ്സിലായി. ഈ ബസ് ഒന്ന് അവിടെ എത്തിക്കോട്ടെ. അപ്പൊ നിനക്ക് മനസ്സിലാവും എല്ലാം. മാഡം ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോയിക്കോളാം മാഡം. ഞാൻ ഇവിടെ ഇറങ്ങാൻ. എവിടേക്കാ? ഇരിക്കിവിടെ. ഇരിക്കാൻ. നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലെന്ന് പറഞ്ഞില്ലേ മാഡം. അങ്ങനെ പോകരുത്. മാഡം ഇരിക്കട്ടെ. മാഡം. മാഡം എന്താളിയാ സംഗതി ഏറ്റോ? അവള് ഹാപ്പി അല്ലേ? എന്തിനാ മാഡം ഇങ്ങനെ നോക്കുന്നത്? ഹലോ അറിയാ? ഹലോ. ലെഫ്റ്റ് ലെപ്പ് ചെയ്ത് ഏറ്റില്ലടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലടാ, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ആ അതെ. ആദ്യം നിന്റെ അളിയൻ എന്നെ ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ ഞാൻ നിന്റെ അളിയനെ ഹാൻഡിൽ ചെയ്യാൻ പോവാ. രാവിലെ 6 മണിക്ക് ഇവൻ, വൈകിട്ട് 6 മണിക്ക് നീ ചത്തില്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് ഗീത നല്ലടാ. എന്റെ അമ്മേ. എടാ 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 എനിക്ക് ഒന്ന് എണീക്കടാ. എന്താ പ്രാന്ത? അവന്റെ ഫോണിൽ ആ പെണ്ണ് എന്നെ കൊല്ലുന്നു. എടാ കുറിയ നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? ആ ബസ്സിൽ കയറി നോക്കടാ. ആരും എണീക്കരുത്. ഇരിക്കിരിക്കെ. ആരും ഇറങ്ങാൻ നോക്കണം. ഒരാൾ പോലും പുറത്തു പോകരുത്. ഗീത
അറിഞ്ഞോണ്ട് ചെയ്തല്ലെന്ന് പലതവണ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചു. വരുന്നുണ്ട് സാർ, ഒന്ന് പോട്ടെ സാർ. ആരാ? മഹീന്ദ്ര സാർ. ആ പറടാ. രവി, ഗീതയോട് ബസ്സിൽ വെച്ചെടുത്തും കുറച്ച് റോങ് ആയി പെരുമാറിയടാ. ആരവൻ? നിങ്ങളെവിടെ പോ? ഞങ്ങളിവിടെ ആലഞ്ചോടുണ്ട്. ഗീത എവിടെ? എന്റെ കൂടെ ഉണ്ട്. ശരി, ഗീതയും കുട്ടി വീട്ടിലേക്ക് പോക്കോ. 1 മണിക്കൂർ ടൈം താനിക്ക്. അവനെ നീ എനിക്ക് ഇവിടെ എത്തിച്ചതാ. ഇവിടെ വെച്ച് കൊന്ന് ഇവിടെ തന്നെ ശവാടൊക്കെ നടത്തണം എനിക്ക് അവന്റെ. എടാ, പറയുന്ന അങ്ങോട്ട് മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ പുറത്ത് ആരും അറിയരുത്. നിങ്ങൾ അവിടുന്ന് വേഗം പോവാൻ നോക്ക്. വിനോദേ, കണ്ടെടുക്കും. വിജയ്, വിജയ്. അച്ഛാ, നീ എന്താടാ ഇവിടെ? അത് ഉറങ്ങിപ്പോയ അച്ഛാ. ബസ് ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞു. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടന്നു വരികയായിരുന്നു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. എന്നാ കേറ്. എന്താടാ നീ പേടിക്കാത്തെന്താ? ഓ, പേടിക്കണായിരുന്നല്ലേ? ശരി, ഞാൻ പുറത്തു പോയിട്ട് ഒന്നുകൂടെ വരാം. നീ പേടിപ്പിക്കാം, ഞാൻ പേടിക്കാം. നീ എന്താ എന്നോട് ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? അയ്യോ, ഈ ഡ്രസ്സിൽ എന്താ ചെളി പറ്റിയിരിക്കുന്നേ? നല്ല തലവേദനയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആന്റി, ഹായ്ഡാ. ഇനി ഞാൻ ഒരുക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ഓക്കെ. അങ്ങനെ നീയും ഒടുവിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. ടണ്ടടാ. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇന്നലെ വന്നപ്പോഴേ തരണമെന്ന് വിചാരിച്ച. അമ്മയെ കാണുന്ന പോലെ ഉണ്ട്. എന്തുപറ്റി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്നിട്ട് എന്തു പറ്റിയടാ? ഇപ്പഴെന്തോ ഒരു മാറ്റം. നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നീ എന്നോട് എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കാറുള്ളായിരുന്നു. പിന്നെന്തിനാ എന്നോട് അങ്ങനെ പെരുമാറിയത്? എന്തോ നടന്നിട്ടുണ്ട്. ഒന്നുമില്ലടാ. എന്നോട് അങ്ങനെ ഒളിക്കൊന്നും വേണ്ട. സത്യം പറ, എന്തോ ഉണ്ടായത്? നിന്റെ വുഡ്ബി എന്നെ ഒന്ന് കാണിക്ക പോലും ചെയ്യാതെ നീ സെലക്ട് ചെയ്തില്ലേ, അതുകൊണ്ടാ വിഷമം തോന്നി. വേറൊന്നുമില്ല. എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഞാനും കണ്ടൊന്നുമില്ല. അച്ഛനാ പോയി കണ്ടത്. നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു. എന്റെ പൊന്നു പെങ്ങളല്ലടാ നീ. ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. എന്താ പോലെ? മോനെ, നിങ്ങളെല്ലാം അങ്ങോട്ട് പോയി. നമസ്കാരം ആന്റി. ഇതെന്റെ മോൻ വിജയ്. സുഖമല്ലേ? ഇതാ അളിയൻ. ഹായ് അളിയ. ഏട്ടാ, ഈ ചെയ്യുന്നിട്ടോ, ഈ ഡ്രസ്സിന് മാച്ചിങ്ങാ. കൈയെന്താ പറിക്കുന്നത്? അത് പിന്നെ രാത്രി മുഴുവൻ AC ബസ്സിൽ യാത്ര ചെയ്ത് വന്നതല്ലേ, അതിന്റെയാ. ഒരു ചെറിയ കാര്യം മതി അവന്, അല്ലടാ? അച്ഛാ, ഈ
പുറത്ത് ആരെങ്കിലും ചോദിച്ചോ ഞാൻ ബസ്സിലാണോ ട്രെയിനിലാണോ വന്നതെന്ന്? ഏത് ബസ്സിലാ വന്നത്? അല്ല അത് പിന്നെ അതെ, ഇവൻ എപ്പോ യാത്ര ചെയ്താലും മേഘന ട്രാവൽസിലേ വരാറുള്ളൂ. വേറെ ഒരു ട്രാവൽസും പറ്റില്ല. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്കൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ സംസാരിക്കട്ടെ. ഞങ്ങൾക്കും പേഴ്സണലായിട്ടൊന്ന് പരിചയപ്പെടാം. എവിടെ ഇന്നലെ ബസ് ഇറങ്ങിയത്? അത് ഉറങ്ങിപ്പോണ്ട്. അതെന്ത് പറയാനാ, ഇവൻ എപ്പോഴും സിറ്റിയിൽ വന്നിറങ്ങിയിട്ട് വലിയ ആഘോഷത്തോടെ വീട്ടിലേക്ക് വരാറ്. ഈ പ്രാവശ്യം എന്തോ പാടത്തെ വീണ് ചെളിയും പറ്റിയാ വന്നത്. ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല സാറേ, എന്താ പറഞ്ഞത്? വേറൊന്നുമല്ല സാറേ, ഇന്നലെ ഗീതമോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാത്രി മോളെ ബസ്സിൽ വെച്ച് എതിർത്താൻ ശല്യം ചെയ്തെന്നു. അത് നിങ്ങളുടെ മോനാണോ എന്ന് ഇവന്മാർക്കൊരു ഡൗട്ട് പോലെ. ഇല്ല മോനെ, എന്റെ ജീവനും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം എന്റെ മക്കളാ. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാം. മനസ്സിന്റെ ദൗർബല്യങ്ങൾക്കിടയിലുള്ള സംസ്കാരം എന്താണെന്ന് ഞാനവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കത് നന്നായി അറിയാം. എന്റെ മോൻ തെറ്റ് ചെയ്യില്ല. ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ അത് ഈ ഭൂമിയിലെ എന്റെ അവസാന ദിവസമായിരിക്കും. ക്ഷമിക്കണം, വിജയ് അങ്ങനെ ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇന്നലെ മുതലുള്ള ഒരേ ടെൻഷനിൽ ആരെയൊക്കെ സംശയിച്ചു. പ്ലീസ് ദയവ് ചെയ്ത് മറ്റൊന്നും വിചാരിക്കരുത്. പ്ലീസ്, ഓക്കെ അല്ലേ? അച്ഛാ, മുത്തച്ഛ, നിങ്ങൾ അങ്ങോട്ട് ഒന്ന് ചടങ്ങുകളൊക്കെ ചെയ്യേ. മുത്തശ്ശി അങ്ങോട്ട് ചെല്ലേ, നീ വാ. എന്താ സമാധാനമായില്ലേ? ഇനി എന്താ വേണ്ടേ? മാഡം, മാഡം ചെയ്ത ഒരു ചെറിയ സഹായമൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. വളരെ നന്ദിയുണ്ട് മാഡം. എന്താ നിന്നോട് എനിക്ക് സോഫ്റ്റ് കോർണർ തോന്നിയെന്നാണോ? ഇപ്പോഴും എനിക്ക് നിന്നെ പീസ് പീസായി നുറുക്കണമെന്നുണ്ടടാ. എന്നിട്ടും എന്താ നിന്റെ പേര് പറയാത്തെന്നറിയോ? നിന്നെപ്പോലെ ഒരുത്തന്റെ പെങ്ങളായതിന്റെ പേരിൽ അതിന് ശിക്ഷിക്കണ്ടെന്നോർത്ത്. ഇനി ഏതേലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നീ നോക്കുന്നത് ഞാൻ കണ്ടാൽ ആസിഡ് ഒഴിക്കും നിന്റെ മുഖത്ത്. ഇനി വേറൊരു പെണ്ണിന്റെ കാര്യം പറയണോ? അമ്മോ, ഈ ഭൂമിയിൽ ഞാൻ ഈ പെണ്ണെന്ന് പറയുന്ന ഒരൈറ്റത്തിനെ ഈ നിമിഷത്തിൽ ഓർക്കു പോലുമില്ല. സോറി മാഡം. അതെ, മാർച്ച് 12 വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട്. എന്നാ അത് തന്നെ ആയിക്കോട്ടെ. അല്ല മാവ, ഈ മാർച്ച് 12 എന്ന് പറഞ്ഞ 2 ആഴ്ചയല്ലേ ഉള്ളൂ. അത്രയും സമയം മതിയാവോ? എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെ വൈകിക്കുന്നേ. അത് ശരിയാ. അല്ല സാറേ, നിങ്ങൾ 2 ദിവസം ഒന്ന് ഫ്രീ ആയാ നമുക്ക് ചെന്നൈ പോയി തുണി സ്വർണ്ണങ്ങളൊക്കെ എടുക്കാം. അതിന് നമ്മളാരും ബുദ്ധിമുട്ടണ്ട. ഏട്ടന്റെ മാരേജ് ഷോപ്പിംഗ് എല്ലാം തനിയെ ചെയ്തുകൊള്ളാമെന്ന് എന്റെ മോള് നേരത്തെ അഗ്രിമെന്റ് ചെയ്തിരിക്കുക. അതല്ല, സാറിന്റെ മോൻ വിജയും അവിടെയാണെന്നല്ലേ പറഞ്ഞത്? താങ്ക്സ്. അതെ, പിന്നെന്താ പ്രശ്നം? അവര് രണ്ടുപേരും കൂടി ആലോചിച്ച് ചെയ്യട്ടെ. ശരി സാറേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ അവൾക്ക് ഞാൻ അച്ഛനെന്നുള്ള പേരേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അവനാ. അവളും അങ്ങനെ. അമ്മ മരിച്ചതോടെ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് അവള്. അവരുടെ ലോകം വേറെ. അതുപോലെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നുമല്ല അങ്കിൾ. ഞാൻ കൊച്ചുകുട്ടികളെ പോലെ. എന്താ പറഞ്ഞത്? കൊച്ചുകുട്ടിയാണെന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിരുന്നേ 4 പിള്ളേരെ തന്തയായനെ. നിന്റെ പെങ്ങൾക്ക് പേര് നീ കല്യാണം കഴിച്ചാ പോരായിരുന്നു. സാരമില്ല, നീ ഇവളുടെ കൂടെ പോയാ മതി. എല്ലാം അവള് വേണ്ട പോലെ നോക്കിക്കോളൂ. ശരി മുത്തശ്ശി. വിജയ്, എല്ലാവരുടെയും കൂടി ഒരു സെൽഫി എടുക്കടാ. ഈ സെൽഫി എന്ന് വെച്ചാ ഒരു പഞ്ചപാവല്ലേ ഇവൻ. എന്താടാ ഇത്? പുതിയ കാര്യങ്ങളിലെല്ലാം എപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കണ്ടേ? ഇങ്ങനെയായി അങ്ങനെ ജീവിക്കും നീ. സെൽഫി നല്ല പൊളിയായിരിക്കണം കേട്ടോ.